അത് ഒരു LP സ്കൂൾ കുട്ടികളുടെ നിലവാരത്തിലായി പോയി പത്മകുമാറിന്റെ വാദം. സോംനാഥ് ചാറ്റർജിയുടെ അച്ഛൻ നിർമ്മൽ ചാറ്റർജി ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്നതുകൊണ്ട് CPM-ന് ഹിന്ദു മഹാസഭയുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ അല്ലല്ല പത്മകുമാർ ഇങ്ങനെ ഒച്ച വെച്ചുകൊണ്ടേയിരിക്കരുത്. അല്ല പ്രസിഡന്റ് എന്നാണ് LP സ്കൂളിലെ കുട്ടികൾക്ക് ഒരു പക്ഷെ പറയാൻ കൊള്ളാം. LP സ്കൂളിലെ കുട്ടികൾക്ക് പറയാൻ കൊള്ളാം. പത്മകുമാർ അഭിഭാഷകനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛന്റേത് കുറ്റത്തിന് മകനെ ശിക്ഷിക്കാൻ IPC-ൽ എവിടെയെങ്കിലും വകുപ്പുണ്ടോ? അദ്ദേഹം നിർമ്മൽ ചാറ്റർജി ചാറ്റർജി അച്ഛന്റെ അച്ഛന്റെ രാഷ്ട്രീയത്തിനെതിരായ രാഷ്ട്രീയം സ്വീകരിച്ചു. അത് അദ്ദേഹം ഇപ്പൊ CPM-ൽ ഇല്ല പോലും ഇല്ലതാനും. പിന്നെ ഏതായാലും ഇവിടെ രേഖയുടെ കാര്യമൊക്കെ പറഞ്ഞു. രേഖയുടെ കാര്യം ഹിന്ദു മഹാസഭയെ കൈയൊഴിയുന്നതായിട്ടൊക്കെ പറഞ്ഞു. വീര സവർക്കർ ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്നില്ലേ? ശ്യാമപ്രസാദ് മുഖർജി BJPയുടെ പൂർവ്വരൂപമായ ജനസംഘമുണ്ടാക്കിയ ശ്യാമപ്രസാദ് മുഖർജി ഹിന്ദു മഹാസഭ നേതാവായിരുന്നു എന്ന കാര്യം പത്മകുമാറിന് അറിയാമോ? അദ്ദേഹം നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു വന്നാണ് ജനസംഘമുണ്ടാക്കിയതെന്ന്. അന്ന് ജനസംഘമുണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ RSS നിയോഗിച്ചവരാണ് SS ഭണ്ഡാരിയും LK അദ്വാനിയും അതുപോലെ അടൽ ബിഹാരി വാജ്പേയിയും എന്ന കാര്യം പത്മകുമാറിന് അറിയാമോ? അപ്പോ ശ്യാമപ്രസാദ് മുഖർജിയുണ്ട്. ഇനി സവർക്കർ, നിങ്ങളുടെ വീര സവർക്കർ അല്ലേ? ആ വീര സവർക്കർ ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്നില്ലേ? രേഖയുടെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞല്ലോ പത്മകുമാർ. ആ രേഖ ഞാനൊന്ന് ഉദ്ധരിക്കാം. സവർക്കർ 1920 നിങ്ങളുടെ ദേശസ്നേഹത്തിന്റെ തനിനിറം കാണിക്കാൻ വേണ്ടിയാ. മാർച്ച് 30, 1920 ചീഫ് കമ്മീഷണർ ഓഫ് അണ്ടമാൻസ് അദ്ദേഹത്തിന് ജയിലിൽ കിടന്നെഴുതിയ കത്ത്, നീണ്ട കത്തിലെ ഒരു വാചകം, ഐ ആൻഡ് മൈ ബ്രദർ ആർ ഫുള്ളി എൻടൈറ്റിൽഡ് ടു ദ റോയൽ ക്ലെമൻസി ഇൻ ദ ഫുള്ളസ്റ്റ് മെഷർ. ഞാനും എന്റെ സഹോദരനും രാജകീയ മാപ്പിന് എല്ലാ അർത്ഥത്തിലും അർഹരാണ്. മനസ്സിലായില്ലേ? മാപ്പ് ഇരക്കുകയാണ്. അടുത്തത്, ഐ ആം സിൻസിയർ ഇൻ എക്സ്പ്രസിംഗ് മൈ earnest intention of treading the constitutional path and trying my humble best to render the hands of British domination a bond of love and respect and of mutual help. അവസാനത്തെ കാര്യം കൂടി തെറ്റിദ്ധരിപ്പിക്കുകയാണ് നിങ്ങൾ അസ്വസ്ഥമായിട്ട് കാര്യമില്ല. ഗവൺമെന്റ് വാണ്ട്സ് എ ഫർദർ സെക്യൂരിറ്റി ഫ്രം മീ, then if the government wants a further security from me, then I and my brother are perfectly willing to give a pledge of not participating in politics for a definite and reasonable period that the government would indicate. ഞങ്ങൾ രാഷ്ട്രീയം ഉപേക്ഷിച്ചപ്പോഴോളം ഒന്ന് ജയിലിൽ നിന്ന് മോചിപ്പിക്കൂ എന്ന് മാപ്പിരെന്ന സവർക്കർ നിങ്ങൾക്ക് വീര സവർക്കറാണ്. ഇനി വാജ്പേയിയുടെ രേഖയെടുക്കാം. ആഗ്ര സെഷൻസ് കോടതി സെഷൻസ് ട്രയൽ നമ്പർ 3, 1943 അതിൽ അടൽ ബിഹാരി വാജ്പേയിയും സഹോദരനും 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് 42-ൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ബഡേശ്വർ ഗ്രാമത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരായി കൊടുത്തതാണ്. ഇത് ലീലാധർ വാജ്പേയി എന്ന സ്വാതന്ത്ര്യ സമര സേനാനി തന്നെ ബ്ലിറ്റ്സ് വാരികയിൽ പുറത്തുവിട്ട രേഖയാണിത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ബഡേശ്വർ ഗ്രാമത്തിനാകെ 10,000 രൂപ അന്നത്തെ കാലത്ത് 42-ലാണ് കൂട്ടപ്പിഴ അടയ്ക്കാൻ നിർബന്ധിതമായി എന്നുള്ളത് ഓർക്കണം. ഇതൊക്കെയാണ് നിങ്ങളുടെ ദേശസ്നേഹത്തിൽ. അതിന്റെ മറുപടിയിലേക്ക് തിരിച്ചു വരാൻ വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം